ഈ കോഴിക്കോട് കടലുണ്ടി ട്രെയിൻ അപകടം നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു അപകടം നടന്നിട്ട് ഇന്ന് 24 വർഷമാവുകയാണ്. 2001 ജൂൺ മാസം 22 വെള്ളിയാഴ്ച വൈകിട്ടാണ് കടലുണ്ടിപ്പുഴയിലേക്ക് ചെന്നൈ മെയിലിൻ്റെ ബോഗികൾ പതിച്ചത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊക്കെ അന്ന് അത്യാവശ്യം ഈ 2001 പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം ചെറുതാണല്ലോ, ചെറിയ പിള്ളേരാണല്ലോ. അപ്പോൾ ആ സമയത്ത് ഭയങ്കരമായിരുന്നു. വീട്ടിലും അതേപോലെ നാട്ടിലൊക്കെ കടലുണ്ടി ദുരന്തമുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് അന്നാണ് ഒരു ട്രെയിൻ അപകടമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഇത്രയും ഒരു ഭീകരതയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടെങ്കിലും നമുക്കൊരു ബോധം വയ്ക്കുന്ന ഒരു സമയമായിരുന്നു, ഒരു സംഭവമായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഒരു വിശദമായ പാക്കേജിലേക്ക്. ജൂൺ 22 അതൊരു വെള്ളിയാഴ്ചയായിരുന്നു. അന്ന് വൈകിട്ടാണ് കടലുണ്ടിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് പാളം പിഴച്ച് മദ്രാസ് മെയിൽ ആഴ്ന്നു പോയത്. അതിൻ്റെ ബോഗികളിൽ നിന്നുയർന്ന നിലവിളികൾ ഇന്നും ഓർമ്മയിലുണ്ട് അസീസ് മഠത്തിൽ എന്ന സാമൂഹിക പ്രവർത്തകന്. മംഗലാപുരത്തു നിന്നും മദ്രാശിയിലേക്ക് പോവുകയായിരുന്ന 6002 നമ്പർ മദ്രാസ് മെയിൽ കടലുണ്ടി റെയിൽവേ സ്റ്റേഷനും കഴിഞ്ഞ് ഇതുപോലെ ചൂളം വിളിച്ച് കുതിച്ചു പായുകയായിരുന്നു. കടലുണ്ടിപ്പുഴയ്ക്ക് കുറുകെയുള്ള രണ്ടാമത്തെ പാലത്തിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായി സഞ്ചാരതാളം പിഴച്ച് ട്രെയിനിന്റെ ബോഗികൾ ഓരോന്നായി വെള്ളത്തിലേക്ക് പതിച്ചു. അവിടെയുണ്ടായിരുന്ന ചെറിയ വള്ളങ്ങൾ ഓടിത്തുഴഞ്ഞെത്തി. വള്ളക്കാർക്ക് രക്ഷിക്കാനാകുമായിരുന്ന പരമാവധി പേരെ അവർ ബോഗികളിൽ നിന്നും പുറത്തെത്തിച്ചു. ട്രെയിനിന്റെ 6 ബോഗികളാണ് അപകടത്തിൽപ്പെട്ടത്. അതിൽ 4 എണ്ണം പൂർണ്ണമായി പുഴയിൽ പതിച്ചു, 2 എണ്ണം പാലത്തിൽ തൂങ്ങി നിന്നു. രാമനാട്ടുകാരെ ഒരു വിവാഹ വീട്ടിലായിരുന്നു. അവിടുന്ന് അന്നത്തെ തൊട്ടടുത്തുള്ള ഒരാൾക്ക് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്, കടലുണ്ടിയിൽ ഇങ്ങനെ ട്രെയിൻ മറിഞ്ഞ് ഒട്ടനവധി ആളുകൾ വെള്ളത്തിലാണെന്ന് പറയും. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ബൈക്കിൻ്റെ മുകളിൽ ഞാൻ ഉടനെ ആ പ്രദേശത്തെത്തിയ സമയത്ത് കാണാൻ വലിയൊരു പ്രയാസമായിരുന്നു, കാണാൻ വേണ്ടി സാധിക്കാത്ത. കാരണം എന്താണെന്ന് വെച്ചാൽ ബോഗിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ കയ്യും കാലും പുറത്തൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഒരു എലിനെ മുക്കി കൊല്ലുന്നത് പോലെ ആളുകൾ മുഴുവനും വലിയ, അത് പറയാൻ പാടില്ല എങ്കിലും പറഞ്ഞു പോവുകയാണ്. അത്രയും വലിയൊരു പ്രയാസമായിരുന്നു അന്ന് കാണാൻ വേണ്ടി സാധിച്ചു. 57 പേർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. 300-ലധികം പേരെ പരിക്കുകളോടെ രക്ഷിക്കാനായി. 24 വർഷം കഴിഞ്ഞിട്ടും രക്ഷാപ്രവർത്തകർക്ക് ആ ജൂൺ 22 നടുക്കുന്ന ഓർമ്മയാണ്. കേട്ടയമ്പാട് തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓടി. കുറേ ആൾക്കാരൊക്കെ ചെറിയ തോണികളുണ്ടായിനി. അപ്പോൾ അതിൽ കുറേ പോയി കണ്ട് തോണിക്ക് ആൾക്കാരെയൊക്കെ പിടിച്ച് കയറ്റി അങ്ങനെ കരക്ക് കൊണ്ടുപോയിടും. അങ്ങനെ രണ്ടാമത് വീണ്ടും പോകും. അപ്പോഴേക്ക് പിന്നെ എല്ലാ ഭാഗങ്ങളിലും വിവരങ്ങൾ കിട്ടി. അപ്പോഴേക്കും എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് പിന്നെ വന്നതിന് ശേഷമാണ് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ബാക്കിയൊക്കെ ഒരുവിധമൊക്കെ ഇവിടുത്തെ ജനങ്ങൾ തന്നെ രക്ഷപ്പെടുത്തിയതൊക്കെ. ദുരന്തസാക്ഷിയായ പഴയ കടലുണ്ടി പാലം പുതുക്കി പണിതു. മദ്രാസ് മെയിൽ ചെന്നൈ മെയിലായി. പുതിയ പാലത്തിന് മീതെ കൂടി ട്രെയിനുകൾ കുതിച്ചു പായുന്നു. ജലത്താൽ മുറിവേറ്റ ഓർമ്മയുമായി ഒരു ജൂൺ 22 കൂടി കടന്നു പോകുന്നു. രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.